എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഇന്ത്യൻ മാർക്കറ്റിൽ ഇനി എന്ത് സംഭവിക്കും? ഒരു വലിയ കൊടുങ്കാറ്റ് വരാൻ പോകുവാണോ? അതോ എല്ലാം ശാന്തമാകുമോ? വരുന്ന ആഴ്ചയിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് നോക്കാം. വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തതു മുതൽ എല്ലാ ട്രേഡർമാരുടെയും മനസ്സിൽ ഒരേയൊരു ചോദ്യമേ ഉള്ളൂ അല്ലേ? തിങ്കളാഴ്ച മാർക്കറ്റ് തുറക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു വലിയ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരിക്കുമോ? അതോ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു റിവേഴ്സൽ ഉണ്ടാകുമോ? വാ, നമുക്കിതിനെപ്പറ്റി വിശദമായി സംസാരിക്കാം. ഈ വാചകം ഒന്ന് നോക്കിക്കേ. വിപണിയുടെ അവസ്ഥ ഒരു രക്തക്കളമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിലും നന്നായി ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി പറയാൻ പറ്റില്ല. മാർക്കറ്റിലെ മൊത്തം ഒരു നെഗറ്റീവ് സെന്റിമെന്റാണ്. ഇടയ്ക്ക് ചെറിയ പച്ചപ്പ് കണ്ടെന്നു വരാം, പക്ഷെ അത് കണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. കൺട്രോൾ മുഴുവൻ ഇപ്പോൾ ബെയറുകളുടെ കയ്യിലാണ്. അതായത് മാർക്കറ്റ് താഴോട്ടു പോകാനാണ് കൂടുതൽ സാധ്യത. അപ്പോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തിങ്കളാഴ്ച മാർക്കറ്റ് തുറക്കുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു വലിയ ഗ്യാപ് ഡൗൺ. എല്ലാ സൂചനകളും വിരൽ ചൂണ്ടുന്നത് അതിലേക്കാണ്. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, ഇത്ര ഉറപ്പിച്ചു പറയാൻ എന്താ കാരണമെന്ന്, അല്ലേ? അതിന്റെ പ്രധാന കാരണം ഗിഫ്റ്റ് നിഫ്റ്റിയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് തുറക്കുന്നതിന് മുമ്പ് മാർക്കറ്റ് എങ്ങോട്ട് പോകാം എന്നൊരു സൂചന തരുന്ന ഒന്നാണ്, ഒരു ട്രെയിലർ പോലെ. വെള്ളിയാഴ്ച രാത്രി ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് ഏകദേശം 288 അല്ല, ഏതാണ്ട് 300 പോയിന്റ് താഴെയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല, തിങ്കളാഴ്ചത്തേക്കുള്ള ഒരു റെഡ് അലേർട്ട് തന്നെയാണ്. അപ്പോ പ്രശ്നം നമ്മുടെ രാജ്യത്ത് മാത്രമല്ല. ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്നുള്ള പ്രശ്നങ്ങളാണിപ്പോൾ മാർക്കറ്റിനെ കൂടുതൽ വലിച്ചു താഴ്ത്തുന്നത്. എന്തൊക്കെയാണ് ആ ഗ്ലോബൽ പ്രശ്നങ്ങൾ എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഇപ്പൊ ലോകത്ത് എന്താ നടക്കുന്നേ എന്ന് നോക്കിയാൽ മതി. മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇറാനെതിരെയുള്ള ഭീഷണികൾ, ഇതൊക്കെ മാർക്കറ്റില് വലിയ പേടിയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു അനിശ്ചിതത്വം വരുമ്പോൾ വലിയ നിക്ഷേപകരൊക്കെ എന്തു ചെയ്യും? അവർ റിസ്ക് എടുക്കാൻ നിൽക്കില്ല. അവരെ പണം പിൻവലിച്ച് സ്വർണം പോലെയുള്ള സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റും. അതിന്റെ പ്രഷറാണ് നമ്മളിവിടെ കാണുന്നത്. അതിന്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കിക്കേ. ഒന്നാമത്തെ കാര്യം, എണ്ണവില. അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ബ്രെന്റ് ക്രൂഡും നാച്ചുറൽ ഗ്യാസുമെല്ലാം മുകളിലോട്ടാണ്. പിന്നെ വെള്ളിയാഴ്ച അമേരിക്കൻ മാർക്കറ്റുകളും നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ ലോകം മൊത്തം ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ്. അപ്പൊ പിന്നെ നമ്മുടെ മാർക്കറ്റിനെ മാത്രം എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും, അല്ലേ? ശരി, അപ്പോൾ ഗ്ലോബൽ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. പക്ഷെ അത് മാത്രമല്ല കാര്യം. നമ്മുടെ മാർക്കറ്റിന്റെ ഉള്ളിലും ചില പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ സ്വന്തം തലവേദനകളെന്ന് നോക്കാം. ഇതൊന്ന് നോക്കിക്കേ. മാർക്കറ്റിൽ നടക്കുന്ന ഒരു വലിയ വടംവലിയാണിത്. ഒരു വശത്ത് FIIകൾ, അതായത് വിദേശ നിക്ഷേപകർ, അവരേകദേശം 5500 കോടി രൂപയുടെ ഓഹരികൾ വിറ്റൊഴിച്ചു. മറുവശത്ത് നമ്മുടെ സ്വന്തം DIIകൾ, അതായത് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ, അവരേകദേശം 5700 കോടിക്ക് വാങ്ങി മാർക്കറ്റിനെ താങ്ങി നിർത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ ഈ സെല്ലിംഗ് പ്രഷർ താങ്ങാൻ അവർക്ക് എത്ര നേരം പറ്റുമെന്നുള്ളതാണ് ചോദ്യം. ഈ പ്രശ്നങ്ങളൊക്കെ പോരാഞ്ഞിട്ട് ഇതാ വരുന്നു അടുത്തത്, HDFC ബാങ്ക്. നിഫ്റ്റിയിലെ ഏറ്റവും വലിയ വെയിറ്റേജുള്ള സ്റ്റോക്കുകളിൽ ഒന്നാണിത്. അവിടെയാണെങ്കിൽ നിർത്താതെയുള്ള വിൽപ്പനയാണ് നടക്കുന്നത്. ഇത് ബാങ്കിംഗ് സെക്ടറിനെ മൊത്തത്തിൽ താഴോട്ട് വലിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ HDFC ബാങ്ക് തുമ്മിയാൽ ബാങ്ക് നിഫ്റ്റിക്ക് പനി പിടിക്കുമെന്ന അവസ്ഥയാണിപ്പോൾ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് മാർക്കറ്റ് ബേരിഷ് ആയതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ട്രേഡർ എന്ന നിലയിൽ നമ്മൾ ഏതൊക്കെ ലെവലുകളാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ ഈ ഒരൊറ്റ നമ്പർ ഓർത്തുവെച്ചാൽ മതി, 23,000. ഇതാണ് നിഫ്റ്റിയുടെ മിഡ് പോയിന്റ്. ഒരു യുദ്ധത്തിലെ പ്രധാന പോയിന്റ് പോലെയാണിത്. ഈ ലെവൽ ബ്രേക്ക് ആയാൽ, അതായത് ഇതിന് താഴെ പോയാൽ, പിന്നെ വലിയൊരു വീഴ്ച പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഈ 23,000 എന്ന ലെവലിൽ കണ്ണുവേണം. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മാർക്കറ്റ് താഴോട്ട് പോയാൽ 22,800-ലും, അത് ബ്രേക്കായാൽ 22,600-ലും സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും ശക്തമായ സപ്പോർട്ട് 22,000-ലാണ്. ഇനി മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ 23,200-ഉം 23,300-ഉമായിരിക്കും പ്രധാന തടസ്സങ്ങൾ. ഈ ലെവലുകൾ നിങ്ങളുടെ ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ട്രേഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഉപകാരപ്പെടും. നിഫ്റ്റിയിലും മാത്രമല്ല ഈ പ്രശ്നം. കഥ ബാങ്ക് നിഫ്റ്റിയിലും സെൻസെക്സിലും ഒട്ടും വ്യത്യസ്തമല്ല. അവിടെയും ഇതേപോലത്തെ ഒരു സെറ്റപ്പ് തന്നെയാണ് നമ്മൾ കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്പർ 53,000-ആണ്. സെൻസെക്സിൽ അത് 74,000. നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ മിഡ് പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ബ്രേക്കായാൽ അവിടെയും നല്ലൊരു ഫോൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഈ രണ്ട് ഇൻഡെക്സിലും ട്രേഡ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക.
അപ്പോൾ ഇങ്ങനെ ഒരു മാർക്കറ്റിൽ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്? ഇവിടെ ലാഭമുണ്ടാക്കുന്നതിനേക്കാൾ വലിയ കാര്യം നമ്മുടെ കയ്യിലുള്ള കാശ് പോകാതെ നോക്കുന്നതാണ്. അതിന് ചില കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, ഓവർനൈറ്റ് പൊസിഷൻ എടുക്കുന്നത് തൽക്കാലത്തേക്കങ്ങ് നിർത്തുക. അതായത് ഇന്ന് വാങ്ങി നാളെ വിൽക്കാമെന്ന് വിചാരിക്കരുത്. രണ്ടാമത്, ഒരു ഹെഡ്ജുമില്ലാതെ വെറുതെ കോൾ ഓപ്ഷനോ പുട്ട് ഓപ്ഷനോ വാങ്ങരുത്. പകരം ഇൻട്രാഡേ ട്രേഡിംഗിൽ ഫോക്കസ് ചെയ്യുക. കാരണം മാർക്കറ്റിൽ ദിവസവും നല്ല മൂവ്മെന്റ് കിട്ടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ലാഭത്തിന് പിന്നാലെ ഓടാതെ ആദ്യം നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കുക. ഇവിടെ പറയുന്ന ഈ വാചകം ശ്രദ്ധിച്ചേ. നിങ്ങൾ ഡെലിവറിയിൽ ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ അത് വിനോദത്തിൽ നിന്ന് ശിക്ഷയായി മാറും. എന്നുവെച്ചാൽ നിങ്ങൾ സ്വന്തം കാലിൽ തന്നെ കോടാലി വയ്ക്കുകയാണ്. ഇതിൽ ഒരു അതിശയോക്തിയുമില്ല. ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ ഓവർനൈറ്റ് പൊസിഷൻ വെക്കുന്നത് ട്രേഡിംഗ് അല്ല, അത് ശുദ്ധമായ ഗ്യാംബ്ലിംഗ് ആണ്. അത് ദയവ് ചെയ്ത് ഒഴിവാക്കുക. അപ്പോ നമ്മൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു. ഗ്ലോബൽ പ്രശ്നങ്ങൾ, നമ്മുടെ മാർക്കറ്റിലെ പ്രശ്നങ്ങൾ, ശ്രദ്ധിക്കേണ്ട ലെവലുകൾ, എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുവരെ. എല്ലാ ഡേറ്റയും പറയുന്നത് മാർക്കറ്റ് താഴോട്ടു പോകുമെന്നാണ്. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം, മാർക്കറ്റ് എപ്പോഴും പ്രവചനാതീതമാണ്. അതുകൊണ്ട് അവസാനമായി എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾക്കെന്ത് തോന്നുന്നു? തിങ്കളാഴ്ച ഒരു വലിയ ഗ്യാപ് ഡൗൺ ആയിരിക്കുമോ? അതോ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു ഗ്യാപ്പപ്പ് ആയിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക.